ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗിൽഡ ഡിസൈൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നല്ല മഴയാണ്, അത് കാരണം ഞാൻ കുറച്ച് വീഡിയോ ഇടാൻ വൈകിയിട്ടുണ്ട്. ഇന്ന് എനിക്കൊരു വർക്ക് കിട്ടി. ആ വർക്കിനെ കുറിച്ച് നിങ്ങളെയും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്, എനിക്കൊരാൾ ഒരു 8 വയസ്സായ ഒരു കുട്ടിക്കൊരു ഫുൾ ഗൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സാരിയാണ് അവർ തന്നിരിക്കുന്നത്. ഈ സാരിയിൽ ഒരു ഗൗൺ തയ്ക്കണമെന്ന് പറഞ്ഞു. ഈ സാരി ഇതൊരു കോട്ടൺ സാരിയാണ്. ഈ സാരിയിൽ എങ്ങനെ ഒരു ഗൗൺ ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു ഐഡിയ കിട്ടി. അവർ തമിഴ്നാട്ടിലുള്ളവരാണ്. അതുകൊണ്ടൊരു ഹാഫ് സാരി മോഡൽ ഒരു ഗൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു സാരിയുടെ കൂടെ ഞാനൊരു 3 മീറ്റർ സാറ്റിനും ഒരു 2 മീറ്റർ കോട്ടൺ തുണിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് മൂന്നും വെച്ച് ഞാൻ എങ്ങനെയാണ് ഒരു ഗൗൺ, സാരി മോഡൽ ഗൗൺ ഒരു കുഞ്ഞു കുട്ടിക്ക്, 8 വയസ്സായ ഒരു കുട്ടിക്ക് ഇതാണ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ തുണിയിൽ വേറെ എല്ലാ ഫുൾ ഭാഗവും സാരി പ്ലെയിൻ ആണ്, ഒരു ബോർഡർ മാത്രമേ ഉള്ളൂ. ഈ മുന്താനം പല്ലു മാത്രമാണ് ഡിസൈൻ ഉള്ളത്. അപ്പം നമ്മൾ ഈ പല്ലുവിൽ യോക്കിൻ്റെ ഭാഗവും ബാക്കി സ്കേർട്ടിൻ്റെ ഭാഗവും ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനായിട്ട് ആദ്യം നമുക്ക് ഈ പല്ലൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ആദ്യം അതാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളപ്പോഴും ഈ പല്ലുവിനെ വേറെ മാറ്റി ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ വേറെ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഈ പല്ലു മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം മൊത്തമാണ് നമ്മൾ സ്കേർട്ടായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സാരിക്ക് നല്ല ലെന്ത് ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ ഈ കുട്ടിക്ക് ആവശ്യം 34 ഇഞ്ചാണ് സ്കേർട്ടിന് ലെന്തായിട്ട് വന്നിരിക്കുന്നത്. അപ്പം നമ്മളത് 34 മാത്രം എടുക്കുക. ആക്ച്വലി 34 അല്ല 33 ആണ്. അതിൻ്റെ കൂടെ നമ്മളൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമ്മൾ 34 ആക്കി മാറ്റിയിരിക്കുകയാണ്. 34ലോട്ട് നമ്മൾ ഈ തുണീനെ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം. ഈ പല്ലു മാറ്റിയിട്ടുള്ള ഭാഗത്താണ് കട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഇത് ഇപ്പം ഒറിജിനൽ ലെന്ത് നമ്മളിതിവിടെ എടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സാറ്റിൻ്റെ ലൈനിങ്ങും ഇതിൻ്റെ കൂടെ ലൈനിങ് കൊടുക്കാൻ വേണ്ടി സാറ്റിന് 1 ഇഞ്ച് കുറച്ചിട്ടാണ്, ഇതിൽ നിന്നും മെയിൻ മെറ്റീരിയലിൽ നിന്നും 1 ഇഞ്ച് കുറച്ച് ഭാഗം സാറ്റിന് മുറിച്ചെടുത്തിട്ടുണ്ട്. സാറ്റിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഈ കോട്ടൺ എടുക്കുന്നത്. ഏറ്റവും അകത്ത് കൊടുക്കേണ്ട ഭാഗമാണ് കോട്ടൺ അതുപോലെ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ 3 ഭാഗം, ഇത് 3ഉം കൂടെ ചേർന്ന് നമ്മൾ എന്ത് ചെയ്യണം, പ്ലീറ്റഡായിട്ട് നമ്മൾ ഞൊറിയിടണം. കുഞ്ഞു ഞൊറിയല്ല, 1 ഇഞ്ച് വീതിയിലുള്ള പ്ലീറ്റഡ് ഞൊറിയാണ് ഇടേണ്ടത്. എന്നിട്ട് അത് അയൺ ചെയ്ത് ഫിറ്റാക്കണം. അതിനായിട്ട് നമ്മൾ ഇതിനെ പ്ലീറ്റായിട്ട് ഞൊറിയിട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ അങ്ങനെ ഫസ്റ്റ് നമ്മൾ ഈ യോക്ക് ഭാഗം കോട്ടൺ തുണിയിലാണ് ഫസ്റ്റ് വെട്ടിയെടുത്തിരിക്കുന്നത്. കോട്ടൺ വെട്ടിയിട്ട് പിന്നെ സാറ്റിൻ വെട്ടണം. അത് വെച്ചിട്ട് നമ്മൾ ഈ പ്രിൻറ്റഡ് മെറ്റീരിയൽ ഈ ഫ്ലവർ വരുന്ന കറക്റ്റായിട്ട് നമ്മൾ ആദ്യം ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് വെട്ടിയെടുക്കാം. അങ്ങനെ 2 പീസ് രണ്ടും നമ്മൾ ഇതായിട്ട് വെട്ടി ഇങ്ങനെ കറക്റ്റ് ഇതിൽ വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ഫസ്റ്റ് ഞാൻ ഫ്രണ്ട് വയ്ക്കുന്നത്. ഫ്രണ്ടിൽ നമ്മൾ ഹാർട്ട് നെക്ക് പോലെ സ്വീറ്റ് ഹാർട്ട് നെക്കാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൽ ചേർത്ത് വെച്ച് നമ്മളിത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഡ്രസ്സ് ഗൗൺ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗൗൺ. നമ്മുടെ ഗൗൺ ഇതാ തീർന്നിരിക്കുകയാണ്. ഇതാണ് ഞാൻ ആ സാരിയിൽ ചെയ്ത ഗൗണ്. ഇത് ഗൗണായിട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇത് സാരി പോലെയാണ് വെച്ചേക്കുന്നത്. അതിൽ നമ്മൾ ലേസ് കൊടുത്തിട്ടുണ്ട്. നെക്കിലും ഒരു ലേസ് കൊടുത്തിട്ടുണ്ട്. പഫ് സ്ലീവാണ് വെച്ചേക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് ഇങ്ങനെയാണ് വരുന്നത്. ബാക്കിൽ ഇങ്ങനെയാണ് സാരി പോലെ ഇങ്ങനെ ഇട്ടേക്കുന്നു. ഫ്രണ്ടിൽ
അത് ഇങ്ങനെയാണ്, അത് ഇങ്ങനെ കിടക്കും, ബാക്കിൽ ഇങ്ങനെയാണ് കിടക്കുന്നത്, ഫ്രണ്ടിൽ ഇങ്ങനെയാണ്. ഇതാണ് നമ്മൾ ആ സാരിയിൽ തെച്ചെടുത്ത ഗൗണ്. ഇത് നിങ്ങൾക്ക് ഈ ഗൗണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഗൗണ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഇതുപോലെ ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത് സ്ക്രീനിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.